വ്യാജം നിർമ്മിക്കാൻ ചൈനയെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. ഒരു മനുഷ്യന്റെ വ്യാജ പതിപ്പ് പോലും ചൈന വേണമെങ്കിൽ നിർമ്മിച്ചെടുക്കും. അതിനുള്ള വൈദഗ്ധ്യം ചൈനയ്ക്കുണ്ട്. എന്നാൽ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആളുകളെ പറ്റിക്കാമെന്ന ചൈനയുടെ മോഹം തുലാസിലായിരിക്കുകയാണ്. ഇതിച്ചിരി കടന്നു പോയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ചൈനീസ് മൃഗശാലയിൽ പെയിന്റ് ചെയ്ത നായ്ക്കളെ കടുവകളായി ചിത്രീകരിച്ചത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. മൃഗസംരക്ഷണത്തെയും മൃഗശാലകളുടെ ധാർമ്മികതയെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഇത്തരം ചെയ്തികളിലൂടെ പ്രകടമാകുന്നതെന്നാണ് വിമർശനം. കറുത്ത വരകളുള്ള ഓറഞ്ച് പെയിന്റ് ചെയ്ത് കടുവകളായി ചിത്രീകരിച്ച രണ്ട് നായ്ക്കളെയാണ് ചൈനയിലെ തായ്ഷോ നഗരത്തിലെ മൃഗശാലയിൽ പ്രദർശിപ്പിച്ചത്. ചൈനീസ് മൃഗശാല ഇതാദ്യമായല്ല ഇത്തരത്തിൽ വ്യാജമൃഗങ്ങളെ മൃഗശാലയിൽ പ്രദർശിപ്പിച്ച് വിവാദങ്ങളിൽ പെടുന്നത്. 2024 സെപ്റ്റംബറിൽ ഗ്വാങ്ടോങ് പ്രവിശ്യയിലെ ഒരു മൃഗശാലയിൽ പാണ്ടകളായി പ്രദർശിപ്പിച്ച രണ്ട് നായ്ക്കൾ ശരിക്കും കറുത്ത പുള്ളികളാൽ ചിത്രീകരിച്ച നായ്ക്കളായിരുന്നു. അതുപോലെ 2024 മെയ് മാസത്തിൽ ജിയാങ്സുവിലെ ഒരു മൃഗശാലയിൽ ചെറിയ നായ്ക്കളെ പാണ്ടകളെ പോലെ തോന്നിപ്പിക്കാൻ ചായം പൂശിയതും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. മൃഗശാലകളിൽ വ്യാജമൃഗങ്ങളെ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഇത് മൃഗക്ഷേമത്തെക്കുറിച്ചും മനുഷ്യവിനോദത്തിനായി മൃഗങ്ങളെ തടവിൽ വെക്കുന്നതിന്റെ ധാർമ്മികതയെക്കുറിച്ചുമാണ് പ്രധാനമായും ആശങ്കയുയർത്തുന്നത്. മറ്റ് മൃഗങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്നതിനായി നായ്ക്കളെ ഷേവ് ചെയ്യുകയും ചായം പൂശുകയും ചെയ്യുന്ന രീതി പ്രത്യേകിച്ച് ക്രൂരവും അനാവശ്യവുമാണെന്നാണ് മൃഗാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മൃഗശാലകൾക്ക് അവയുടെ സംരക്ഷണത്തിലുള്ള മൃഗങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷം നൽകുന്നതിനേക്കാൾ പണം സമ്പാദിക്കുന്നതിലും സന്ദർശകരെ ആകർഷിക്കുന്നതിലുമാണ് കൂടുതൽ താൽപ്പര്യമെന്നതാണ് പ്രധാന ആശങ്കകളിലൊന്ന്. മൃഗങ്ങൾക്ക് ആവശ്യമായ പരിചരണവും വിഭവങ്ങളും നൽകാതെ കൂടുതൽ വിചിത്രവും ആവേശകരവുമായ മൃഗങ്ങളുണ്ടെന്ന മിഥ്യാധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് വ്യാജമൃഗങ്ങളെ ഇവർ മൃഗശാലകളിൽ പ്രദർശിപ്പിക്കുന്നത്. ശരിക്കും പ്രകൃതിയെക്കുറിച്ച് പഠനം നടത്തുന്നതിനായാണ് മൃഗശാലകളുടെ പങ്ക്. എന്നാൽ വ്യാജമൃഗങ്ങളുടെ ഉപയോഗം മൃഗശാലകൾക്ക് പൊതുജനങ്ങൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസത്തെക്കാൾ പ്രഥമ പരിഗണന കൊടുക്കുന്നു. തായ്ഷോവിലെ മൃഗശാലയിൽ നടന്ന സംഭവം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കൂടാതെ മൃഗശാലകൾക്ക് കൂടുതൽ നിയന്ത്രണവും മേൽനോട്ടവും ആവശ്യപ്പെടുന്നു. മൃഗശാലയെക്കുറിച്ച് അന്വേഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനും ചൈനീസ് സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃഗക്ഷേമത്തെക്കുറിച്ചും മനുഷ്യവിനോദത്തിനായി മൃഗങ്ങളെ തടവിൽ വയ്ക്കുന്നതിന്റെ ധാർമ്മികതയെക്കുറിച്ചുമാണ് പ്രധാനമായും മൃഗസംരക്ഷണ സംഘടനകൾ ഉയർത്തുന്ന പ്രധാന ആശങ്കകൾ. മൃഗശാലകളുടെ പ്രവർത്തന രീതി, അവയ്ക്കുള്ള മുൻഗണന എന്നിവയിലുള്ള വിശാലമായ പ്രശ്നത്തിന്റെ ലക്ഷണമാണ് തായ്ഷോവിലെ മൃഗശാലയിലെ സംഭവം. ഈ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും നടപടിയെടുക്കാനുള്ള ആഹ്വാനങ്ങളും മൃഗശാലകളുടെ മേൽ കൂടുതൽ നിയന്ത്രണവും മേൽനോട്ടവും ഉണ്ടാകുന്നതിനും അവയുടെ സംരക്ഷണത്തിലുള്ള മൃഗങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷം നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.